സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ലോകത്ത് ഏറ്റവും വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആദ്യത്തേതായാണ് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തുന്നത്. നമ്മുടെ രാജ്യത്താകട്ടെ ബലാത്സംഗക്കൊലകളും സ്ത്രീപീഡനങ്ങളും അനുദിനം ഏറുകയാണ്. ബംഗാളിൽ വനിതാ ഡോക്ടറെ ആശുപത്രിയിൽ ബലാത്സംഗം ചെയ്തു കൊന്നതിന്റെ നടുക്കം മാറും മുമ്പാണ് അസമിൽ ട്യൂഷൻ കഴിഞ്ഞു മടങ്ങിയ ഒരു 14-കാരി കൂട്ടബലാത്സംഗത്തിനിരയായത്. കേസിൽ പിടിയിലായ ഒരു പ്രതി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കുളത്തിൽ വീണു മരിച്ചു. മംഗളൂരുവിൽ മദ്യത്തിൽ ലഹരിമരുന്ന് ചേർത്ത് നൽകി 21-കാരിയെ ബലാത്സംഗം ചെയ്ത 2 പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. ഈ വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് രാജ്യത്തെയാകെ നടുക്കിയതാണ്. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റായ് മാനസിക വൈകൃതം ബാധിച്ചയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. രതിവൈകൃതങ്ങൾക്ക് അടിമയായ ഇയാൾ സംഭവ ദിവസം കൊൽക്കത്തയിലെ 2 അനാശാസ്യ കേന്ദ്രങ്ങളിൽ പോയിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. കേസിൽ സഞ്ജയ് റോയിയെ CBI നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. രതിവൈകൃതങ്ങളോട് ആസക്തി, മൊബൈൽ ഫോണിൽ നിറയെ നീലചിത്രങ്ങൾ. സഞ്ജയ് റോയ് മനോവൈകൃതം ബാധിച്ചയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂഡൽഹി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഡോക്ടർമാരുടെ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായതെന്നാണ് റിപ്പോർട്ടുകൾ. വനിതാ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പിടിയിലായിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഇയാളുടെ പെരുമാറ്റം. ഒരു പതർച്ചയുമില്ലാതെയാണ് നടന്ന സംഭവം വിവരിച്ചത്. സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കൊൽക്കത്തയിലെ പ്രത്യേക കോടതി അനുമതി നൽകിയിരുന്നു. ഇയാൾക്ക് പുറമെ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും മറ്റ് 5 പേരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കും. കൃത്യം നടന്ന ദിവസം സഞ്ജയ് റോയ് ആശുപത്രിയിലെത്തുന്നതിന്റെ ദൃശ്യം അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. കൃത്യം നടന്ന സ്ഥലത്തു നിന്നും അന്വേഷണ സംഘത്തിന് പ്രതിയുടേതെന്ന് കരുതുന്ന ഇയർഫോൺ കിട്ടിയിരുന്നു. പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പ്രതിയുടെ കഴുത്തിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ ചുറ്റിയിട്ടുള്ളത് കാണാം. പുലർച്ചെ 1:30-നാണ് പ്രതി ആശുപത്രിയിലെത്തുന്നത്. അതിനു മുൻപ് കൊൽക്കത്തയിലെ 2 അനാശാസ്യ കേന്ദ്രങ്ങളിൽ ഇയാൾ പോയിരുന്നു. ഓഗസ്റ്റ് 8-ന് രാത്രിയിൽ സോനാഗച്ചിയിലെത്തിയ സഞ്ജയ് റോയ് മദ്യപിച്ചതിനു ശേഷമാണ് 2 അനാശാസ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. പിന്നീട് ആശുപത്രിയിലെത്തി കൃത്യം നടത്തിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്നാണ് കുടുംബമടക്കം ആരോപിക്കുന്നതെങ്കിലും ഇതിന് കൃത്യമായ തെളിവുകൾ CBIക്ക് ലഭിച്ചിട്ടില്ല. അതിനിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തിരിമറികളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് CBIക്ക് കൈമാറി. തുടർന്ന് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ അഴിമതി കേസിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. ഘോഷിന്റെ കാലത്ത് ആശുപത്രിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കൊൽക്കത്ത. അസമിലെ നാഗാവ് കൂട്ടബലാത്സംഗ കേസിലെ ഒരു പ്രതി മരിച്ച നിലയിൽ. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ വിശദീകരണം. പുലർച്ചെ 3:30-ഓടെ കുറ്റകൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസമാണ് 14-കാരി കൂട്ടബലാത്സംഗത്തിനിരയായത്. പ്രതികൾ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. വെള്ളിയാഴ്ച അറസ്റ്റിലായ മുഖ്യപ്രതി തഫാസുൽ ഇസ്ലാമാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ കുളത്തിൽ വീണ് മരിച്ചത്. ഇയാൾ കുളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പുലർച്ചെ 3:30-ന് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു. ഇതിനിടെ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുളത്തിലേക്ക് ചാടി. പോലീസ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും തഫാസുലിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. SDRFന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ 2 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്.
വ്യാഴാഴ്ച രാത്രി 8ഓടെയാണ് അസാമിലെ നാഗോൺ ജില്ലയിൽ 14 വയസ്സുള്ള പെൺകുട്ടിയെ 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നാഗോൺ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു 2 പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ചിലയിടങ്ങളിൽ പ്രതിഷേധം ഏറ്റുമുട്ടലിലേക്ക് നീണ്ടു. ഇതിനിടയിലാണ് പ്രതികളിലെ ഒരാളുടെ മരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മംഗളൂരുവിലെ കാർക്കളയിൽ 21-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കാർക്കള സ്വദേശികളായ അൽത്താഫ്, സവേര റിച്ചാർഡ് എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയ ശേഷം മദ്യത്തിൽ ലഹരിമരുന്ന് കലർത്തി നൽകിയായിരുന്നു പീഡനം. മംഗളൂരുവിന് സമീപം കാർക്കള കുക്കന്തൂരിലാണ് നാടിനെ നടുക്കിയ സംഭവം. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ കാർക്കള ജോഡ്രസ്റ്റെ സ്വദേശിയായ അൽത്താഫും സുഹൃത്തും കാറിൽ തട്ടിക്കൊണ്ടുപോയി മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് പീഡനത്തിനിരയാക്കിയത്. കാർക്കളയ്ക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ചായിരുന്നു പീഡനം. 3 മാസം മുൻപാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ അൽത്താഫ് യുവതിയെ പരിചയപ്പെടുന്നത്. ഇയാളുടെ സുഹൃത്ത് സവേര റിച്ചാർഡാണ് മദ്യമെത്തിച്ചത്. പിന്നീട് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവതിയെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. ಈ ಕಾರ್ಕಳ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಆಗಿರುವ ಅತ್ಯಾಚಾರ ಪ್ರಕರಣದ ಸಲುವಾಗಿ ಕೆಲವೊಂದು ಸಾಮಾಜಿಕ ಜಾಲತಾಣದಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ಗೆ ದೂರು ಕೊಟ್ಟಿರುವುದರಲ್ಲಿ ಇಲ್ಲದೇ ಇರುವ ಮಾಹಿತಿ ಮತ್ತು ಮೆಡಿಕಲ್ ರಿಪೋರ್ಟ್ನಲ್ಲಿ ಇಲ್ಲದೇ ಇರುವ ಮಾಹಿತಿಗಳನ್ನು ಹೆಚ್ಚಿಗೆಯಾಗಿ ಮಾಡಿ ಕೆಲವೊಂದು ಎಕ್ಸ್ಟ್ರಾ ಸುಳ್ಳು ಸುದ್ದಿಗಳು ಬರ್ತಾ ಇದೆ. ಇದರ ಸಲುವಾಗಿ ನಾವು ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಮಾಡ್ತೀವಿ. ഗുരുതരാവസ്ഥയിലായ യുവതിയെ മണിപ്പാലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് പീഡനത്തിനിരയാക്കുന്ന സംഘങ്ങൾ സജീവമാണെന്നും ഇവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥയുണ്ടായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കുടുംബ പ്രശ്നങ്ങൾ ചോരക്കളിയിൽ കലാശിക്കുന്ന സംഭവങ്ങൾ ഏറെയാണ്. പലയിടത്തും ഇതിൽ പ്രധാന വില്ലൻ അമിത ലഹരി ഉപയോഗവും. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ചെമ്പഴന്തി ഇടത്തറ സ്വദേശി ലൗഷയ്ക്കാണ് വെട്ടേറ്റത്. ഒളിവിൽ പോയ ഭർത്താവ് ജയകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചെമ്പഴന്തി ഇടത്തറ മാധവാശ്രമത്തിൽ ലൗഷയെയാണ് ഭർത്താവ് ജയകുമാർ വെട്ടി പരിക്കേൽപ്പിച്ചത്. 51-കാരിയായ ലൗഷയ്ക്ക് കഴുത്തിനു പിന്നിലും കൈപ്പത്തിയിലുമാണ് വെട്ടേറ്റത്. കുടുംബ വഴക്കിനിടെയാണ് ജയകുമാർ ഭാര്യയെ വെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭിന്നശേഷിക്കാരിയാണ് വെട്ടേറ്റ ലൗഷ. ജയകുമാറിന്റെ അമിത മദ്യപാനം മൂലം വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് സമീപവാസികളും പോലീസിനെ അറിയിച്ചത്. വഴക്കിനിടെ വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് ജയകുമാർ ഭാര്യയെ വെട്ടിയത്. സംഭവം അറിഞ്ഞ് കഴക്കൂട്ടം പോലീസ് ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും ജയകുമാർ ഒളിവിൽ പോയിരുന്നു. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി.
ന്യൂസ് 18 കഴക്കൂട്ടം. കാലം എത്ര പുരോഗമിച്ചിട്ടും വിശ്വാസം ചൂഷണം ചെയ്ത് പണം തട്ടുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. തൃശൂരിൽ ഒരു യുവതിയെ പറ്റിച്ചത് ഭർത്താവുമൊത്ത് ജീവിച്ചാൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ്. പരിഹാരമായി ആഭിചാരക്രിയ നടത്തണമെന്ന് പറഞ്ഞ സംഘം യുവതിയെ കബളിപ്പിച്ച് 15 പവൻ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു. ഈ കേസിൽ 2 പ്രതികൾ പിടിയിലായി. ചാവക്കാട് തിരുവത്ര സ്വദേശി ജംഷീറ, പുന്ന മുണ്ടോക്കിൽ ഫാറൂഖ് കെ പി എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവുമൊത്ത് ജീവിച്ചാൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ ഇവർ യുവതിയെ ഭയപ്പെടുത്തുകയായിരുന്നു. പരിഹാരമായി ആഭിചാരക്രിയ ചെയ്യണമെന്നും വിശ്വസിപ്പിച്ചു. തുടർന്ന് യുവതിയുടെ കയ്യിൽ നിന്നും 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ പല സമയത്തായി വാങ്ങി. ആഭരണം തിരികെ കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ മുക്കുപണ്ടം നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് യുവതി പരാതി നൽകിയത്. സ്വർണം വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ച് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ദർഗകളിൽ ചുറ്റിക്കറങ്ങുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പ്രതികൾ ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ സമാന രീതിയിൽ മറ്റാരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നു. ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, അനസ്, വിനീത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം വളാഞ്ചേരിയിൽ KSF ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ 2 പേർ കൂടി പിടിയിലായി. യൂത്ത് ലീഗ് നേതാവ് വിളത്തൂർ സ്വദേശി മുഹമ്മദ് ഷരീഫ്, തിരുവേഗപ്പുറ സ്വദേശി കൊരക്കോട്ടിൽ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് തിരൂർ DYSP മുമ്പാകെ കീഴടങ്ങിയത്. പ്രതികളെ വളാഞ്ചേരി പോലീസിന് കൈമാറി. KSF വളാഞ്ചേരി ശാഖയിൽ നടന്ന 7 കോടി രൂപയുടെ തട്ടിപ്പു കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായി. 2ാം പ്രതി പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി കൊരക്കോട്ടിൽ മുഹമ്മദ് അഷ്റഫ്, 4ാം പ്രതി യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം മുൻ ട്രഷറർ വിളത്തൂർ സ്വദേശി ഷെരീഫ് എന്നിവരാണ് പിടിയിലായത്. തിരൂർ DYSPയുടെ മുൻപിൽ ഇവർ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് പ്രതികളെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ശാഖയിലെ ഗോൾഡ് അപ്രൈസർ കൊളത്തൂർ സ്വദേശി രാജനെ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് 2 പേർ കീഴടങ്ങിയത്. മറ്റു പ്രതികളായ അബ്ദുൽ നിഷാദ്, റഷീദ് അലി എന്നിവർക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. $221 പവൻ മുക്കുപണ്ടം പണയം വെച്ച് 1 കോടിയിലധികം രൂപ തട്ടിയെന്നായിരുന്നു ശാഖാ മാനേജറുടെ പരാതി. KSFയിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മൊത്തം 7 കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് കണ്ടെത്തി. പ്രതികൾ സമാനമായ രീതിയിൽ പലതവണ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നും ഈ വർഷം ജനുവരി 18-നുമിടയിൽ KSFയിൽ 79 അക്കൗണ്ടുകളിലായാണ് സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ച് മുക്കുപണ്ടം പണയം വെച്ചതെന്നാണ് വിവരം. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് സൂചന. സമാന രീതിയിൽ വളാഞ്ചേരിയിലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടന്നതായി സംശയമുണ്ട്. 10 തവണകളിലായാണ് മുക്കുപണ്ടം പണയം വെച്ചത്. ചിട്ടിക്ക് ജാമ്യമായി നൽകിയ ഈടും ഇതിലുണ്ട്. വളാഞ്ചേരി CI ബഷീർ ചിറക്കിലാണ് അന്വേഷണത്തിന്റെ നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 തിരൂർ. ഗ്രാമപ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറു കച്ചവടങ്ങൾ നടത്തുന്ന സ്ത്രീകൾ സൂക്ഷിക്കുക. വഴി ചോദിച്ചും സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയും ചിലരെത്തുമ്പോൾ അല്പം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. അവർ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളാകും ലക്ഷ്യം വയ്ക്കുന്നത്. കൊട്ടാരക്കര പഴിഞ്ഞത്ത് കടയിൽ സാധനം വാങ്ങാനെത്തിയയാൾ കുഞ്ഞുമോൾ എന്ന വൃദ്ധയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്.
ഒരു ബൈക്കിലെത്തിയ ഒരാൾ ഇവിടെ വാഹനം നിർത്തുകയും കറുത്ത ജാക്കറ്റും ഹെൽമറ്റും മാസ്കും ധരിച്ച വ്യക്തി ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ കടയിൽ നിന്നും ഒരു സാധനം വാങ്ങാനായിട്ട് കടയ്ക്കുള്ളിലേക്ക് പോയി. ഇവിടെ കടയിലുണ്ടായിരുന്ന ഈ മാതാവിനോട് സിഗരറ്റും അതുപോലെ തന്നെ കപ്പലണ്ടിയും വെള്ളവും മിനറൽ വാട്ടറുമായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. അത് എടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഈ മാതാവിൻ്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു ആ സംഭവം ഉണ്ടായത്? അയാൾ അവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ കടയിലെ ആളാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്നോ, എന്നാൽ ഒരു വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരു കുപ്പി വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അവൻ 50 രൂപ തന്നു. ഞാൻ 30 രൂപ തിരിച്ചുകൊണ്ട് പോകാം. ഞാൻ സിഗരറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സിഗരറ്റും കൊടുത്തു. അങ്ങനെ അവൻ പ്രധാനമോരം പോകുന്ന വഴി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ എത്ര കിലോമീറ്റർ കാണുമെന്ന് ചോദിച്ചു. 4 കിലോമീറ്റർ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കുക, അങ്ങോട്ടങ്ങ് നോക്കി അങ്ങ് നിൽക്കുമായിരുന്നു. നമുക്കറിയത്തില്ലല്ലോ, ഒരു വെള്ളം കൊടുക്കാൻ ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്നോട്. എന്നിട്ട് കപ്പലണ്ടി കൊണ്ടോന്ന് ചോദിച്ചു. 20 രൂപയുടെ കപ്പലണ്ടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഭരണി എടുത്ത് അതീ വാരിയിട്ട് തൂക്കിക്കൊണ്ടിരിക്കുമ്പോഴേ തീരാറായി പൊതിയാൻ തുടങ്ങുമല്ല. വാരി ഇട്ടുകൊണ്ട് നിന്ന് തൂക്കം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് പുറത്തൊരടി, ഈ കഴുത്തലൊരു പിടി. ആ പിടി കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ എടാ നീ കള്ളനാന്ന് എൻ്റെ മാല പൊട്ടിച്ചോടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചാടി ഇറങ്ങി. അപ്പോഴത്തെ അവൻ കയറി ബൈക്കിൽ അങ്ങ് കയറിയിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മാല താടാ, നീ കള്ളനാണോടെന്ന് ചോദിച്ചുകൊണ്ട് അവനെ പോയത്ത് കയറി പിടിച്ച് തരാൻ പറഞ്ഞിട്ട് അവൻ എന്നെ ഇങ്ങനെ ഒരു നോട്ടവും നോക്കി അവൻ വിട്ടങ്ങ് പോയി. ഇവിടെ കിടന്ന് ഞാൻ വിളിച്ചു, ആ മാല പൊട്ടിച്ചുകൊണ്ട് കള്ളനാന്നീ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് വിളിച്ചു. അവൻ്റെ പുറകെ ഞാൻ അങ്ങോട്ട് ചായി പോയവരോടെല്ലാം പറഞ്ഞു ഒന്ന് നോക്കണേ പിടിക്കുക. അപ്പോഴത്തെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ അവൻ കടന്നു. ആ സമയത്ത് ആരും ഇല്ലായിരുന്നു ഇവിടെ. മറ്റത് ഇവിടെ ആരെങ്കിലുമൊക്കെ കടയിലൊക്കെ വരും. 4 മണി ആരും വന്നില്ല എന്ന് വരാം. ഞാൻ തന്നെയുള്ളൂ. അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും അവൻ ഇത് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി. ഇനിയെങ്കിലും ദൈവം നമ്മുടെ പോയെങ്കിലും വേറെ ഒരാൾക്ക് ഈ അനുഭവം വരാതിരിക്കട്ടെ. പോലീസിൽ പരാതി കൊടുത്തു. അവർ പോലീസുകാർ ഇവിടെ വന്നു. വാളാത്തുനിന്നും കൊട്ടാരക്കരയിൽ നിന്നും വന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്തി ഈ മാതാവിന്റെ നഷ്ടപ്പെട്ട മാല വീണ്ടെടുക്കണം. അതുപോലെ തന്നെ ആ കുറ്റക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. സമാനമായ ഒരു ക്രൂരതയുടെ വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നുള്ളത്. ചെറുത്തുനിൽപ്പുണ്ടാകില്ലെന്നതിനാൽ വൃദ്ധരും രോഗബാധിതരുമൊക്കെയാണ് മിക്കപ്പോഴും മോഷ്ടാക്കൾക്ക് ഇരകളാകുന്നത്. കുന്നംകുളത്ത് രോഗബാധയായ വയോധികയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കുന്നംകുളം നഗരസഭയ്ക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന കാണിപ്പയ്യൂർ സ്വദേശി 60-കാരിയായ ശാന്തകുമാരിയുടെ ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത്. രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. ലോട്ടറി വിൽപ്പനയ്ക്കായി ഇവർ ഇരിക്കുന്നതിനടുത്ത് ബൈക്കിലെത്തിയ ആൾ ലോട്ടറി ടിക്കറ്റ് ആവശ്യപ്പെട്ടു. 2 ലോട്ടറി ടിക്കറ്റുകൾ നൽകിയെങ്കിലും മുഴുവൻ വേണമെന്നായിരുന്നു ആവശ്യം. ഇതോടെ കയ്യിലുണ്ടായിരുന്ന 51 ലോട്ടറി ടിക്കറ്റുകളും ശാന്തകുമാരി ഇയാൾക്ക് കൈമാറി. ഈ ടിക്കറ്റുകൾ തന്ത്രപൂർവ്വം ഒളിപ്പിച്ച ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ ശാന്തകുമാരിക്ക് നൽകിയതായാണ് പരാതി. രോഗം മൂലം അവശത അനുഭവിക്കുന്ന ശാന്തകുമാരിക്ക് ഇയാൾ പോയതിനു ശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 തൃശൂർ. മൂന്നാറിലെ സ്വർണ്ണ വ്യാപാരശാലയിൽ നിന്ന് മാല മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിച്ച ചാലക്കുടി സ്വദേശിനിയെ അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏറെ നാളായി എറണാകുളത്ത് താമസിച്ചു വരുന്ന സുധ എന്ന സ്ത്രീയാണ് പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ച മാല അടിമാലിയിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്.
താമസക്കാരിയുമായ സുധ വെള്ളിയാഴ്ച മൂന്നാറിലെത്തി ടൗണിലെ ഒരു വ്യാപാരശാലയിൽ ആഭരണം വാങ്ങാനെന്ന വ്യാജേന കയറി. ഏറെ നേരം അവിടെ ചെലവഴിച്ച ശേഷം ഇവർ മാല മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് അടിമാലിയിലെത്തി മോഷ്ടിച്ച മാല വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതി പിടിയിലായത്. മാല വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നിയ കടയുടമ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി സുധയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മാല മോഷ്ടിച്ച കാര്യം സമ്മതിച്ചു. മൂന്നാറിലെ സ്വർണ്ണക്കടയിൽ നിന്നും ഇവർ മാല മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. സുധയിൽ നിന്ന് കണ്ടെടുത്ത മാല വ്യാപാരി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അടിമാലി പോലീസ് മൂന്നാർ പോലീസിന് കൈമാറി. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ പോതമേട്ടിൽ നിന്നും 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണത്തിന് വനം വകുപ്പ്. കേസിൽ 2 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോതമേട് സ്വദേശികളായ 2 പേരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കൊമ്പ് കേസിൽ പിടികൂടിയത്. പ്രതികളിൽ ഒരാളുടെ പോതമേട്ടിലെ വീട്ടിൽ നിന്നാണ് 2 ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. സംഭവത്തിൽ വനംവകുപ്പ് തുടരന്വേഷണം ആരംഭിച്ചു. കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദേവികുളം റേഞ്ചിൻ്റെ പരിധി വരുന്ന പള്ളിവാസൽ സെക്ഷൻ്റെ ഭാഗത്ത് ഈ ആനക്കൊമ്പ് വിൽപ്പനയ്ക്കായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരിശോധന നടത്തുകയും സംശയമായി കണ്ട 2 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തതിൽ അപ്പം തീയന്മാരുടെ വീട്ടിൽ കൊമ്പ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം പരിശോധന നടത്തിയതിൽ 2 ആനക്കൊമ്പിൻ്റെ മുറിച്ച ഭാഗങ്ങൾ കണ്ടെടുത്തുകയുണ്ടായിട്ടുണ്ട്. ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പള്ളിവാസൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കമാണ് പ്രതികളെ കുടുക്കിയത്. സംശയാസ്പദമായി കണ്ട പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മൂന്നാർ. കൊല്ലം കൊട്ടാരക്കരയിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ CPM പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പട്ടാഴി സ്വദേശി അനീഷ് ചന്ദ്രനാണ് മർദ്ദനമേറ്റത്. തലവൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയുള്ള വാർത്ത നൽകിയതിലുള്ള വിരോധമാണ് മർദ്ദന കാരണമെന്ന് അനീഷിന്റെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. തുടർന്നുള്ള സംഭവങ്ങളൊക്കെ കേട്ട്